വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഇന്ന് ജോൺ ബ്രദർ നമ്മളെ പഠിപ്പിച്ചത്. സകലതും ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ദാതാവുമായിട്ടുള്ള ബന്ധം എത്രത്തോളം അടുക്കുന്നു അത്രയധികം ദാനങ്ങൾ നമുക്ക് ലഭിക്കാനായി തുടങ്ങും. മുടിയൻ പുത്രൻ അടുത്ത് വന്നപ്പോൾ അടുത്ത ആ പിതാവിനോട്, അവിടുത്തെ ദാതാവ് പിതാവാണ്, ആ പിതാവിനോട് എത്രയധികം അടുത്ത് വന്നോ അപ്പോൾ മനസ്സിലായി ഈ വസ്ത്രം മാറണം, അവന് മോതിരം കൊടുക്കണം, അവൻ അടുത്ത പ്രതലത്തിലേക്ക്, അവൻ അനുഗ്രഹത്തിലേക്ക് വരികയാണ്. നമ്മുടെ കഴിവും നമ്മുടെ പരിശീലനവും നമ്മുടെ പരിശ്രമവും നമ്മുടെ വില കൊടുക്കലും ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദാനമാണ് സകലതും. മുടിയനായ പുത്രനെ നമ്മൾ വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു വരുന്നു. കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചും ആ പേരും നാടും എല്ലാം നശിപ്പിച്ചിട്ട് തിരിച്ചു വരുക. ദൂരെ നിന്നേ അവന്റെ അപ്പൻ അവനെ കണ്ടു. ഒരു അടിയെടുത്ത് ചന്തിക്ക് 4 കൊടുത്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഞാനും നീയൊക്കെ അങ്ങനെ ചെയ്യത്തുള്ളൂ. അവൻ ഓടിച്ചെന്നു. അപ്പന്റെ അടുക്കലേക്ക് മോൻ വരുന്നതിനേക്കാൾ സ്പീഡിലാണ് അപ്പൻ ഓടുന്നത്. ഇപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. റിലേഷൻ തുടങ്ങുമ്പോ അവനില്ലാത്തത് മുഴുവൻ ഉണ്ടാകാൻ തുടങ്ങും. അവനെ കെട്ടിപ്പിടിച്ചപ്പോ സ്വർഗത്തിന് മനസ്സിലായി ഇവന്റെ വേഷം മുഷിഞ്ഞിരിക്കുന്നു, ഇവന്റെ വേഷം അഴുക്കായിരിക്കുന്നു, ഈ വേഷം കൊള്ളത്തില്ല, എന്റെ മോൻ ഈ വേഷം ധരിച്ചാ പോരാ, ആരവിടെ ഇവന് വേണ്ട വേഷം കൊടുക്ക. വേഷം ഉണ്ടായത് വയറ്റത്തടിച്ച് കരഞ്ഞതുകൊണ്ടല്ല, റിലേഷൻ ആരംഭിച്ചപ്പോ വിലയുള്ളത് വരാനായി തുടങ്ങി. മുടിയനായ പുത്രോ, നീ കരഞ്ഞോ, നിലവിളിച്ചിട്ടാണോ വീട്ടിൽ ഏറ്റവും വിലയേറിയ വസ്ത്രം കിട്ടിയത്? അവൻ പറഞ്ഞു, അല്ല, അപ്പനെ കണ്ടെത്തി, അപ്പനുമായി ബന്ധം സ്ഥാപിച്ചു, അപ്പനെ കെട്ടിപ്പിടിച്ചു, അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്കില്ലാത്തത് ആ നിമിഷം മുതൽ വരാൻ തുടങ്ങി. അടുത്ത് നോക്കിയപ്പോ അവന്റെ കൈകളിൽ മോതിരമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ പഴയ പ്രൗഢിയില്ല. സ്വർഗത്തിന് തോന്നി, ഇല്ലല്ല, എന്റെ മോൻ ഇങ്ങനെയല്ല, അവൻ രാജാവിനെ പോലെ വാഴേണ്ടവനാണ്, അവന്റെ കയ്യിൽ ഒരു മോതിരാണീക്ക്. നോക്കിയപ്പോ കാലിലെ ചെരുപ്പെല്ലാം കീറി പണിഞ്ഞിരിക്കുന്നു. ആരെവിടെ? അവനൊരു ചെരുപ്പ് കൊണ്ടുപോ. കഴിഞ്ഞപ്പോ അവന്റെ മുഖത്തെ ആ നിരാശയും അവന്റെ മുഖത്തെ ക്ഷീണവും കണ്ടപ്പോ സ്വർഗം പറഞ്ഞു, ഇല്ലില്ല, ഇവന് വേണ്ടി ഒരു വിരുന്ന് തന്നെ ഒരിക്കലേ ഒക്കത്തുള്ളൂ. മടുത്തു വരികയാണ്, നശിച്ചു വരികയാണ്, സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായെന്ന് അവന്റെ മുഖം കണ്ടാൽ അറിയാം. അത് സ്വർഗത്തോട് പറയണ്ട, സ്വർഗത്തിനറിയാം. മേശയിലേക്ക് വന്ന വിരുന്ന് അവന്റെ പ്രാർത്ഥനയുടെ ഫലമല്ല, ബന്ധം പുനഃസ്ഥാപിച്ചതിന്റെ ഫലമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ബന്ധം പുനഃസ്ഥാപിക്കുന്നതായിരിക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മറക്കാതെ തന്നെ ഈ മെസ്സേജ് ഫുള്ള് കേൾക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.